നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്നത് വചന സന്ദേശമാണ്. ഒബാദിയ 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്. നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും എന്ന് പറഞ്ഞാൽ, നല്ലത് പ്രവർത്തിച്ചാൽ അത് അനുഗ്രഹമായി എൻ്റെ തലയിൽ, എൻ്റെ വരും തലമുറയുടെ ആ ഒരു ജീവിതത്തിൽ വന്ന് വീഴും. മോശമായത്, ചീത്തയായത്, ദുഷിച്ച പ്രവൃത്തികളാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ശിക്ഷയും നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും എന്നുള്ളത് ഈ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശമാണ്. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. കോടികളുടെ കടം കയറി മൂടിയ ഒരു വ്യക്തി. അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, അച്ഛാ, ഞാൻ ചെയ്യാത്ത പാപങ്ങളില്ല. ഞാൻ ഏതിലെ പോയാലും അവിടെ ചെയ്യാവുന്ന പാപങ്ങൾ, പ്രത്യേകിച്ച് വ്യഭിചാരം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇന്ന് അനുഭവിക്കാത്ത ലജ്ജ ഇല്ല. ഏതെല്ലാം വിധത്തിൽ? കുടുംബാംഗങ്ങളുടെ മുമ്പിൽ, ബന്ധുമിത്രാദികളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, പബ്ലിക്കായിട്ടൊരു സ്ഥലത്ത് പോയി നിന്നാൽ പോലും ഏതെങ്കിലും വഴിക്ക് ലജ്ജ എന്നെ തേടി വരികയാണ്. അദ്ദേഹത്തിന് തന്നെ പ്രവൃത്തിയുടെ ഫലമായി വന്നതെന്ന് അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. എല്ലാം എൻ്റെ പാപം കൊണ്ടാണ്, എൻ്റെ തെറ്റുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നെനിക്കറിയാം. ഒപ്പം അദ്ദേഹത്തിന് അനുതാപമുണ്ടായിട്ട് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ കുടുംബാംഗങ്ങൾ ഞാൻ മൂലം വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് നൊമ്പരമുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ഒബാദിയ 1:15 വലിയ സത്യമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ഇതിന് സാക്ഷ്യം വഹിക്കുന്ന നിരവധി ആളുകളെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവരുടെ അവസ്ഥകൾ ഞാൻ എൻ്റെ കാതുകൊണ്ട് കേട്ടിട്ടുണ്ട്. നമുക്ക് ഈ വചന സന്ദേശം വിസ്മരിക്കാതിരിക്കാം. നിന്റെ പ്രവൃത്തികൾ നിന്റെ തന്നെ തലയിൽ വന്ന് വീഴും. ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നല്ലത് പ്രവർത്തിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധയുള്ളവരാകും. അതുപോലെ തന്നെ പാപം പരിത്യജിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്കെടുക്കാൻ എളുപ്പമാകും. 1-2 കാര്യങ്ങൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നല്ലത് പ്രവർത്തിച്ചാൽ എനിക്കും മറ്റുള്ളവർക്കും നന്മ വരും. എൻ്റെ പ്രവൃത്തി നല്ലതാണെങ്കിൽ എനിക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അതിൻ്റേതായിട്ടുള്ള നന്മ ലഭിക്കും. ഏതാനും വചനങ്ങൾ എടുക്കുമ്പോൾ അക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗലാത്യർ 6-ാം അധ്യായം 7 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്നും നാശം കൊയ്യേണ്ടി വരും. ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാൻ പറ്റും. ഇവിടെ സാധാരണ നെല്ല് വിതച്ചാൽ നെല്ല് കൊയ്യാം, റാഗി വിതച്ചാൽ റാഗി കൊയ്യാം എന്ന് പറഞ്ഞ പോലെ നല്ലത് വിതച്ചാൽ അതിൽ നിന്നും നല്ലത് കൊയ്തെടുക്കാൻ നമുക്ക് പറ്റും. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, സോദോം ഗൊമോറ നശിപ്പിച്ചപ്പോൾ അവിടെ അബ്രാഹത്തെ പ്രതി ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുന്നത് കാണാൻ പറ്റും. അബ്രാഹം നല്ലത് ചെയ്തവനാണ്, നന്നായിട്ട് ജീവിച്ചവനാണ്. അവനെ പ്രതി ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ദൈവം മനസ്സാകുന്നത് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മളും നല്ലത് ചെയ്താൽ ആ നല്ല പ്രവൃത്തിയുടെ ഫലമായിട്ട് മറ്റുള്ളവർക്കും നന്മ വരും. 1 രാജാക്കന്മാർ 11-ാം അധ്യായം 5 മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സോളമന്റെ അനുസരണക്കേട്. ഈ അനുസരണക്കേട് മൂലം അവന് സംഭവിച്ച ഒരു കാര്യം, അവൻ്റെ കുടുംബത്തിന് സംഭവിച്ച ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് 2 പ്രാവശ്യം അവന് നിർദ്ദേശം കൊടുത്തതാണ്, നീ ഇന്ന കാര്യം ചെയ്യരുത്. പക്ഷേ ദൈവത്തിന് അനിഷ്ടമായ കാര്യം അവൻ അവൻ്റെ ഇഷ്ടങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നല്ല സുന്ദരികളായ സ്ത്രീകളെ കണ്ടപ്പോൾ അവരെ സ്വന്തമാക്കാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ ആ നിർദ്ദേശം വിസ്മരിച്ച് അവിടെ ഇറങ്ങിത്തിരിക്കുന്നത് കാണാൻ പറ്റും. തന്മൂലം സംഭവിച്ചത്, അവൻ്റെ രാജ്യം വിഭജിക്കപ്പെട്ടു. ചീത്ത പ്രവർത്തിച്ചപ്പോൾ അവന്, അവൻ്റെ കുടുംബത്തിന്, അവൻ്റെ രാജ്യത്തിന് പോലും വലിയ നാശം, നഷ്ടം സംഭവിക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുക. ഈ കാര്യങ്ങൾ നിങ്ങൾ 1 രാജാക്കന്മാർ 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ്, ചീത്ത പ്രവൃത്തി ശിക്ഷയായി നമ്മുടെ തന്നെ തലയിൽ വീഴും. ഇത് സംഭവിച്ച പല ബൈബിൾ കഥാപാത്രങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. 1 രാജാക്കന്മാർ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആഹാബ് ജസബൽ ദമ്പതിമാരും. അവരുടെ പ്രവൃത്തി ചീത്തയായിരുന്നു. അവരാണ് നാബോത്തിനെ കൊല ചെയ്യാനുള്ള ഏർപ്പാടുകൾ നടത്തി അവരുടെ അത്യാഗ്രഹം നിറവേറാൻ വേണ്ടി നിരപരാധിയായ നാബോത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. പിന്നീട് നമ്മൾ കാണുകയാണ് 2 പേരുടെയും അന്ത്യം ശോചനീയമായിരുന്നു. ആഹാബ് ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുമ്പോൾ അവൻ ആളുകളെല്ലാം പൊരിഞ്ഞ യുദ്ധം ചെയ്യുന്നിടത്തെങ്ങും ഇല്ലായിരുന്നു. ദൂരെ മാറി നിന്ന് യുദ്ധം കാണുകയാണ്. എന്നിട്ട് പോലും നമ്മൾ കാണുകയാണ്, ആരോ യാദൃശ്ചികമായിട്ട് വിട്ട ഒരമ്പ് കറക്റ്റ് അവൻ്റെ പടച്ചട്ടയുടെ ഒരു ജോയിന്റിൽ കൊണ്ടിട്ട് ആ അമ്പ് അവൻ്റെ ഹൃദയം ഭേദിച്ച് അവൻ മരണപ്പെടുന്നതായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. ജസബലിൻ്റെ അന്ത്യമോ അത് അതിനേക്കാൾ ശോചനീയമായിരുന്നു. അവളെ കുതിരകൾ ചവിട്ടിത്തേച്ച് അവളുടെ മാംസം നായ്കൾ ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 രാജാക്കന്മാർ 9-ാം അധ്യായത്തിൻ്റെ 30 മുതൽ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. മറ്റൊരു ബൈബിൾ കഥാപാത്രമാണ് അബിമേലെക്ക്. രാജാവാകാൻ വേണ്ടി
അവൻ 70 പേരെ സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള 70 പേരെ ഒരേ കല്ലിൽ വെച്ച് വധിച്ചവനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ന്യായാധിപന്മാർ 9:53 മുതൽ പ്രത്യേകിച്ച് 50 മുതൽ വായിച്ചാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇവൻ വളരെ നീചനായിട്ട് പെരുമാറി. ഒരു ഭവനത്തിലേക്ക് ഓടിക്കേറിയ, പ്രാണരക്ഷാർത്ഥം ഓടിക്കേറിയ ആ വ്യക്തികളെല്ലാം കൊല്ലാൻ വേണ്ടി ആ വീടിന് തീയിട്ടു. ഇനി അത് കണ്ടു നിന്ന ഒരു സ്ത്രീ ചെയ്തൊരു കാര്യമാണ്, തിരികല്ലിൻ പിള്ള അത് ഇവന്റെ തലയിലെറിഞ്ഞ് അവന്റെ തലയോട് പൊട്ടി. പിന്നീട് അവൻ ഞരങ്ങിക്കൊണ്ട് പറയുന്നുണ്ട്, അവന്റെ അംഗരക്ഷകനെ വിളിച്ച് പറയാണ്, നീ വന്ന് എൻ്റെ തലവെട്ട്. ഞാൻ ആ സ്ത്രീയുടെ കൈമൂലം മരിക്കുന്നതിനേക്കാൾ നീ വന്ന് നിന്റെ വാളൂരി എൻ്റെ തലവെട്ടുക എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് മെനലാവൂസ്, മറ്റൊരു ബൈബിൾ കഥാപാത്രം. പണം കൊടുത്ത് അവൻ പ്രധാന പുരോഹിത സ്ഥാനമൊക്കെ വാങ്ങിയവനാണ്. പണം കൊടുത്ത് പദവി വാങ്ങി. മെനലാവൂസ് അപ്രകാരം പദവി വാങ്ങിച്ചെങ്കിലും അവന്റെ അന്ത്യം ശോചനീയമായിരുന്നു. അവനൊരു ഡീസന്റ് ബറിയൽ പോലും കിട്ടിയില്ല. കാരണം അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ രാജാവ് അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു. അതൊരു പ്രത്യേക മെഷീനിലേക്ക് അവനെ എറിയുന്ന ആ ഒരു ശിക്ഷയാണ് അവന് വിധിച്ചത്. അതിനകത്തെല്ലാം ചാരമാണ്. അപ്പൊ ആ ചാരത്തിൽ കിടന്ന് ഇവൻ അവസാനം ചാരമായി മാറി. ഇവിടെ നമുക്ക് നമ്മുടെ പാപം ദുഷ്പ്രവർത്തികളാണെങ്കിൽ അതുമൂലം നാം സഹിക്കേണ്ടി വരുന്നതും വളരെ വലുതാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പാപപ്രവൃത്തികളിലേക്ക് പോകാതിരിക്കുവാനും ഏതെങ്കിലും പാപം ചെയ്യാനിട വന്നെങ്കിൽ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരാനും നമുക്ക് തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവരുടെ മാനസാന്തരം, അതാണ് ഒരു കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വയ്ക്കുന്നത്. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.